ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് ഡൗട്ട്സ്, അതായത് രണ്ട് കമൻറ്റിന് റീപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അത് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ആക്കി ചെയ്യണത്. അപ്പോൾ കമൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഫ്രെയിം ചെയ്ത പിക്ക് ഇൻസ്റ്റയിൽ നമ്മൾ ഇടുന്ന സമയത്ത് പ്രൈവസി ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ പിക്ക് എങ്ങനെ ബ്ലറാക്കി നമുക്ക് ഇൻസ്റ്റയിലും സ്റ്റാറ്റസ് ആയിട്ടും സ്റ്റോറി ആയിട്ടൊക്കെ പോസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് ചിലർക്കൊന്ന് നമ്മൾ ഫ്രെയിമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഇൻസ്റ്റയിലും സ്റ്റാറ്റസൊക്കെ ആയിട്ട് ഇടുമ്പോൾ അവർക്ക് അവരുടെ ഫേസ് പബ്ലിക്കായി കാണാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് അവരുടെ മുഖം ഒന്ന് ബ്ലറാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെയുള്ള ആ ഗേളിൻ്റെ ഫോട്ടോ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫേസ് മാത്രം ബ്ലറാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് പ്രത്യേക ആപ്പൊന്നും വേണ്ട. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രെയിം കൊറിയർ ചെയ്തിട്ട് ഇതുപോലെ പിക്ക് എടുത്തിട്ട് നമ്മൾ സ്റ്റാറ്റസൊക്കെ ഇടുമല്ലോ. അപ്പോൾ അത് അവരുടെ അഡ്രസ്സൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യണം. ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ ഹൈഡ് ചെയ്യാൻ ബ്ലറാക്കി കൊടുക്കുക എന്നുള്ള. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊരു പിക്ക് എടുത്തിട്ടുണ്ട്, ഫ്രെയിമിൻ്റെ പിക്ക്. ഇതിൽ നിങ്ങൾക്ക് പാരൻസിൻ്റെ ഫോട്ടോ ആണ് ഹൈഡ് ഉണ്ടെങ്കിൽ വെച്ചാൽ അത് ഹൈഡ് ചെയ്യാം. കുട്ടീൻ്റെ ഫോട്ടോ ആണ് ബ്ലറാക്കേണ്ടത് വെച്ചാൽ അത് ബ്ലറാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേക ആപ്പൊന്നും വേണ്ട. നമ്മൾ ഫോണിൽ തന്നെ നമ്മൾ ഗാലറിയിൽ ഈ ഫോട്ടോ എടുക്കുമ്പോൾ താഴെ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വേറെ ആപ്പിലൊന്നുമല്ല ഇങ്ങനെ ബ്ലറാക്കി കൊടുക്കാറുള്ളത്. ഇങ്ങനെ നമ്മുടെ ഗാലറിയിൽ ഫോട്ടോ എടുത്തിട്ട് അതിൽ എഡിറ്റിൽ തന്നെ കുറേ ഓപ്ഷൻ ഉണ്ട്. നിങ്ങളെ ഫോണിലുള്ള എഡിറ്റിംഗ് ഓപ്ഷനിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് എഡിറ്റിങ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടും അതിൽ നല്ല കളർ ഉണ്ടാവും. ടെക്സ്റ്റ് ചിലപ്പോൾ പല ഫോൺസും കിട്ടണമെന്നില്ല, എന്നാലും നമുക്ക് ക്ലാരിറ്റി കൂട്ടാനും അതുപോലെ ഫിൽറ്റർ, ബ്ലർ, അങ്ങനെ പല ഓപ്ഷനും നിങ്ങൾക്കുണ്ട്. അതൊക്കെ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വേറെ ഏതെങ്കിലും പിക്കൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓരോന്ന് എടുത്തിട്ട് അങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ബ്ലറിൻ്റെ കാര്യമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതെടുത്തപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലർ എന്ന് പറയുമ്പോൾ അതിൽ ഒരു പിക്ക്, ആ പിക്ക് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് മറ്റേ ഭാഗമൊക്കെ ഇങ്ങനെ ബ്ലറാക്കി കൊടുക്കുന്ന ആ രീതിയാണ് ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലുള്ളത്. അത് നമുക്ക് കൊറിയറിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മുടെ അഡ്രസ്സ് നമുക്ക് പബ്ലിക്കായി കൊടുക്കണതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മുടെ അഡ്രസ്സ് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ മറ്റേ അഡ്രസ്സ് ബ്ലറാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ അഡ്രസ്സിനെ ഫുള്ളും ഇങ്ങനെ ഫോക്കസ് കാണിച്ചു കൊടുക്കരുത്. നമ്മുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ടാവില്ല, അത് നിങ്ങൾ മാക്സിമം ഹൈഡ് ആക്കാനായിട്ട് നോക്കുക. ആ ഒരു ഭാഗം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ആ ഒരു ഓപ്ഷൻ ശരിയാക്കാൻ പറ്റും. അത് സ്ക്വയറിലും ഉണ്ട്, ബ്ലറിൽ പോയാലും സ്ക്വയറിലും ഉണ്ട്, പിന്നെ റെക്റ്റാങ്കിൾ ഷേപ്പിലും ഉണ്ട്. അത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അതെടുക്കാം. അപ്പോൾ ഇത് വന്നിട്ട് സ്റ്റിക്കറാണ് കേട്ടോ. സ്റ്റിക്കറിൻ്റെ ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റിക്കർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഏത് വേണ്ട വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇനിയാണ് ആ കമ്പനിയിലുള്ള ശരിക്കുള്ള റീപ്ലൈ, അതായത് ഒരു ഭാഗം മാത്രം എങ്ങനെ ബ്ലർ ചെയ്യുക എന്നുള്ളത്. മറ്റേത് നമ്മൾ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ക്ലിയർ ആയി കാണിച്ചിട്ട് മറ്റേ ഭാഗം ഫുള്ള് ബ്ലറാക്കുന്നതാണെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു എഡിറ്റിങ്ങിൽ ഇത് മൊസൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അല്ലേ, അതാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 4 ഓപ്ഷനാണ് വരുന്നത്. അതിൽ 4 നമുക്ക് എടുത്ത് നോക്കാം. ഏതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ വരുന്നത് പിക്സൽ, സ്മഡ്ജ്, ഡോട്ട്സ്, ബ്ലർ എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ 4ഉം ബെറ്ററാണ്. നിങ്ങൾക്ക് ഏതാണ് വെച്ചാൽ അതെടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് പിക്സൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇത് സ്മഡ്ജാണ് കേട്ടോ, സ്മഡ്ജാണ്. പിന്നെ നമുക്ക് ഡോട്ട്സ് വരുന്നുണ്ട്. ഓക്കെ, ഡോട്ട്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓരോ കുത്തുകളായിട്ട് ഫുള്ളായിട്ട് ഹൈഡ് ചെയ്യണതാണ്. പിന്നെ അടുത്ത ലാസ്റ്റത്താണ് ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബ്ലറിൽ പോയാൽ ഇങ്ങനെ ഒരു ബ്ലറായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ പിക്സൽ നിങ്ങൾ നേരത്തെ കാണും, ഓരോ ഇങ്ങനെ സ്ക്വയർ പീസായിട്ട് ഉള്ളതാണ്. അപ്പോൾ ഈ 4 ഓപ്ഷൻ എനിക്ക് നന്നായിട്ട് തോന്നി. നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ വെച്ചപ്പോൾ ഏതെടുത്താലും ആ ഒരു നമ്മൾ കരുതിയ ഭാഗം ഫുള്ളായിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു 4 ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഫോട്ടോ കൂടെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഫേസ് മാത്രം ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് തീരെ കാണാൻ പറ്റില്ല കേട്ടോ. ഞാനിത് ഇങ്ങനെ ബ്ലർ എടുക്കുന്നുണ്ട്. ബ്ലർ എടുത്തപ്പോൾ അപ്പോഴും കാണാൻ പറ്റുന്നില്ല.
അപ്പോൾ എനിക്ക് തോന്നുന്നു ബ്ലർ ഒക്കെ നല്ലതാണ്. ബ്ലറിനേക്കാളും ഈ പിക്സൽ സ്മഡ്ജ് അതൊക്കെയാണ് കേട്ടോ ഒന്നുകൂടെ എനിക്ക് തീരെ കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള എഡിറ്റ് ഓപ്ഷനിൽ 2 ബ്ലർ ടൈപ്പാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഒരു ഭാഗം മാത്രം ഫോക്കസ് ചെയ്തിട്ട് മറ്റേ ഭാഗം ബ്ലറാക്കുന്നതും പിന്നെ ഒരു ഭാഗം മാത്രം ബ്ലറാക്കുന്നതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഫോട്ടോ മാത്രമല്ല വീഡിയോസും നമുക്കിതുപോലെ എഡിറ്റ് ആക്കാം. അതിൽ വരുന്ന എഡിറ്റിംഗ് എന്ന് വെച്ചാൽ നമുക്ക് സ്ലോ മോഷൻ ആക്കാൻ, പിന്നെ ഒരു വീഡിയോ നമുക്ക് സ്പീഡ് കൂട്ടി ഇങ്ങനെ കുറേ ലെങ്ത് വീഡിയോ ആണെങ്കിൽ സ്പീഡ് കൂട്ടി നമുക്കത് ഒരു ചെറിയ ഷോർട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ സ്പീഡ് കൂട്ടാനും സ്ലോ മോഷനിലാക്കാനൊക്കെ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. അത് ആദ്യം വീഡിയോ എടുക്കുക, അതിൽ എഡിറ്റിങ്ങിൽ പോകുമ്പോൾ ഇങ്ങനെയാട്ടോ വരിക. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇത് 0.25 എന്നില്ലേ, അതിലൊക്കെ ആണെങ്കിൽ സ്ലോ ആയിട്ട് പോകുന്നതായിരിക്കും. പിന്നെ 2x ഉണ്ടല്ലോ, അത് നല്ല സ്പീഡ് കൂട്ടിയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഓരോന്നും ഇങ്ങനെ എടുത്ത് നോക്കുക. നിങ്ങളെ ഫോണിലുള്ള എഡിറ്റിങ്ങിൽ പോയിട്ട് ഫോട്ടോ ആയാലും വീഡിയോയിൽ എഡിറ്റിൽ പോയിട്ട് അതിൽ എന്തൊക്കെയാണ് എഡിറ്റിംഗ് ഓപ്ഷൻ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. വേറെ ആപ്പിൻ്റെ ആവശ്യം ഉണ്ടാകും, പക്ഷെ എന്നാലും ചെറിയൊരു രീതിയിൽ നിങ്ങളൊന്ന് അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്നത് എന്താണെന്ന് അറിയോ, ചിലരൊക്കെ ഈ സ്ക്രീൻ റെക്കോർഡ് എങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സ്ക്രീൻഷോട്ട് എടുക്കുമല്ലോ, അതൊരു ഫോട്ടോ ആയിട്ടല്ല, സ്ക്രീൻ റെക്കോർഡ് പറയുമ്പോൾ അത് വീഡിയോ ആയിട്ട് കിട്ടും. അതെങ്ങനെയാണ് എടുക്കുക, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതെങ്ങനെയാണ് എടുക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു 2-3 പേര്. അപ്പോൾ അതിനുള്ള റീപ്ലൈ ആണ് അത്. നമ്മൾ ഈ മൊബൈൽ മൊബൈൽ ഡാറ്റ, വൈഫൈ, ഫ്ലാഷ് ലൈറ്റ് അങ്ങനെയൊക്കെയുള്ള ആ ഒരു നമ്മൾ മുകളിൽ താഴേക്ക് ഇങ്ങനെ വലിക്കൂലേ, അങ്ങനെ വലിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ചിലത് താഴ്ന്ന് മുകൾക്കായിരിക്കും. അങ്ങനെ എവിടെയാണ് ഈ മൊബൈൽ ഡാറ്റ ഇങ്ങനെയുള്ള ഒരു ഭാരമുള്ളത് വെച്ചാൽ അത് എടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ നെക്സ്റ്റ് പേജിലായിരിക്കും, ചിലപ്പോൾ അതിൽ തന്നെ ഉണ്ടാവും സ്ക്രീൻ റെക്കോർഡ് തന്നെ എഴുതിയിട്ടുണ്ടാവും ഒരു വീഡിയോൻ്റെ ചിഹ്നം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു റെഡ് ചിഹ്നം വരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു വീഡിയോ ആയിട്ട് വരും കേട്ടോ, സ്ക്രീൻ ഷോട്ട് അല്ലാതെ സ്ക്രീൻ റെക്കോർഡായിട്ട് വരും. പിന്നെ അടുത്ത ചോദ്യമാണ്, ഇങ്ങനെ നമ്മൾ സേവ് ദ ഡേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കാർഡ് നമുക്ക് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കണോ എന്നുള്ളത്. അപ്പോൾ സേവ് ദ ഡേറ്റിൻ്റെ കാർഡ് നിങ്ങൾക്ക് അയച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതിലുള്ള മെറ്റീരിയൽസും കൂടെ ഞങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളത്. അതൊക്കെ ഓരോ നമ്മൾ മേടിച്ച് വെച്ചത് ഓരോന്നും 500-ഉം 600-ഉം അതിൻ്റെയൊക്കെ ഓരോ റേറ്റിലാണ്. കാണാൻ നല്ല ഭംഗിയുള്ളതിനൊക്കെ നല്ല വില ഉണ്ടാവും ഓരോ മെറ്റീരിയൽസിനും. പിന്നെ കാർഡ് നമ്മൾ എന്തായാലും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക. അതിനുള്ള ഷിപ്പിംഗ് ചാർജ്, പിന്നെ അതുപോലെ തന്നെ ഡെലിവറി ചാർജ്, അതായത് കൊറിയർ നമ്മൾ ചെയ്യുമല്ലോ, അതിന് കൊറിയർ ചാർജൊക്കെ നിങ്ങൾ മേടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും മുതലാകില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ, പിന്നെ അടുത്തൊക്കെ ആണെങ്കിൽ അവരോട് വന്ന് കൊണ്ടുപോകാൻ പറയാം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യമൊക്കെ അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ആരും ചോദിക്കില്ല. അവർക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ അറിയാത്തവരാണ് കേട്ടോ ചോദിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്ന് ചിലർക്ക് അറിയുണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ആക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നല്ല കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ, ടേക്ക് കെയർ.